ഒരു പുസ്തകം, ഒരു ചർച്ച, ഒരു പ്രസ്താവന. കേരളത്തിന്റെ സോഷ്യൽ മീഡിയ ഇടങ്ങളെ ഇന്ന് ഇതാണ് പൂർണ്ണമായും നിയന്ത്രിക്കുന്നത്. എവിടെ തിരിഞ്ഞാലും ഒരേ ഒരു പേര് മാത്രം, ഡോക്ടർ BR അംബേദ്കർ. ഈ ചർച്ച ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയുടെ ഹോർത്തൂസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നടന്ന ഒരു ചെറിയ തർക്കത്തിൽ തുടങ്ങിയതാണ്. അംബേദ്കറെ എങ്ങനെ വായിക്കണം എന്ന വിഷയത്തിൽ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കരും ദലിത് ആക്ടിവിസ്റ്റുകളായ സണ്ണി കബിക്കാടും ഡോക്ടർ TS ശ്യാംകുമാറും തമ്മിലുണ്ടായ വാഗ്വാദങ്ങൾ. പക്ഷെ ആ തർക്കത്തിന്റെ തീയ് ഇപ്പോഴും അണയാതെ പടരുന്നത് എന്തുകൊണ്ടാണ്? ചിലർ മനഃപൂർവ്വം മറച്ചു പിടിച്ച ഒരു ചരിത്ര സത്യം പുറത്തു വന്നതുകൊണ്ടാണ്. സംഭവം വിശദമാക്കാം. ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയ വിപ്ലവകാരി, മനുസ്മൃതി കത്തിച്ച ബാബാ സാഹേബ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഈ മുഖങ്ങളെല്ലാം നമുക്ക് മനഃപ്പാടമാണ്. എന്നാൽ അദ്ദേഹം സ്വന്തം മതമായ ഹിന്ദു മതത്തിലെ അനാചാരങ്ങളെ വിമർശിച്ച അതേ ആർജവത്തോടെ, ലാഘവത്തോടെ, അതിലും തീവ്രമായ ഭാഷയിൽ മറ്റൊരു മതത്തെ, ഇസ്ലാമിനെ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്രോഡീകരിച്ച ആ ഒരു വിമർശനം ഇന്നും ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ ഇസ്ലാമിനെതിരെ ഉയർത്താൻ കഴിയുന്ന ഏറ്റവും വലിയ സൈദ്ധാന്തിക വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ പുരോഗമനവാദികളും ഇടതുപക്ഷവും ആധുനിക അംബേദ്കറിസ്റ്റുകളും ഈ ഭാഗം ചർച്ചകളിൽ നിന്നും വിദഗ്ധമായി ഒഴിവാക്കുന്നത്? പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന അംബേദ്കറുടെ വിഖ്യാത ഗ്രന്ഥത്തിൽ ഒളിച്ചിരിക്കുന്ന ആ സത്യം എന്താണ്? നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ചരിത്രം സൗകര്യപൂർവ്വം അവഗണിച്ച, അല്ലെങ്കിൽ മറന്നു എന്ന് നടിച്ച ഡോക്ടർ അംബേദ്കറുടെ രാഷ്ട്രീയ ദർശനത്തിന്റെ ആ മറുവശത്തെ കുറിച്ചാണ്. കേവലം ഒരു ചർച്ചയല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വെളിപ്പെടുത്തലാണ്. പലരും പറയാൻ മടിക്കുന്ന ഒരു കാര്യം. ഹോർത്തൂസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംഭവിച്ചത് കേവലം സമയം അനുവദിക്കാത്തതിന്റെ പ്രശ്നം മാത്രമായിരുന്നില്ല. ചർച്ച പുരോഗമിക്കുമ്പോൾ ദലിത് ആക്ടിവിസ്റ്റുകൾ അംബേദ്കറുടെ ഹിന്ദുത്വ വിമർശനങ്ങളിലും മനുസ്മൃതി കത്തിച്ചതിലും ഊന്നി സംസാരിച്ചു. എന്നാൽ ശ്രീജിത്ത് പണിക്കർ ഇടപെട്ടത് അവർ പറയാൻ ഭയക്കുന്ന ഒരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അംബേദ്കർ നടത്തിയ ഇസ്ലാമിക വിമർശനങ്ങൾ സംഘാടകർ പെട്ടെന്ന് പരിപാടി അവസാനിപ്പിക്കാൻ ശ്രമിച്ചതും തന്റെ നിലപാടുകൾ പറയണമെന്ന കാര്യത്തിൽ ശ്രീജിത്ത് പണിക്കർ ഉറച്ചു നിന്നതും വിവാദമായി. ഈ സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ഒരു അംബേദ്കർ റീഡിംഗ് ക്യാമ്പയിന് തുടക്കമിട്ടത്. വിഷയം വളരെ ലളിതമാണ്. ഡോക്ടർ അംബേദ്കർ വർണ്ണാശ്രമ വ്യവസ്ഥയെ ശക്തമായി എതിർത്തതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ ഇസ്ലാമിന്റെ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ചില നിലപാടുകളെ അതിശക്തമായി വിമർശിച്ചിരുന്നു. ഈ വിമർശനങ്ങൾ കേവലം അസഹിഷ്ണുതയല്ല, മറിച്ച് ഇന്ത്യയുടെ ബഹുസ്വരതയിലും ജനാധിപത്യത്തിലും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചതിന്റെ പ്രതിഫലനമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്തുകൊണ്ട് ഇത്ര കടുപ്പമേറിയ വിമർശനങ്ങൾ ഉന്നയിച്ചു എന്നതിന്റെ ഉത്തരം അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള സാമൂഹിക പഠനങ്ങളിലുണ്ട്. അംബേദ്കറെ കുറിച്ചുള്ള നമ്മുടെ വായനയുടെ പരിമിതിയാണ് പലപ്പോഴും ഇത്തരം ചർച്ചകളെയൊക്കെ ഏകപക്ഷീയമാക്കുന്നത്. അല്ലെങ്കിൽ പലർക്കും ഇതൊരു രാഷ്ട്രീയ ലാഭമായേക്കാം. അദ്ദേഹം കേവലം ഒരു ഭരണഘടനാ വിദഗ്ധനോ ജാതിവിരുദ്ധ പോരാളിയോ മാത്രമല്ല, അദ്ദേഹം ഒരു ഒന്നാന്തരം സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ പട്ടിക ഇന്നും ഇന്ത്യൻ സമൂഹത്തിന് വെളിച്ചം നൽകുന്നുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി ഹിന്ദു കോഡ് ബിൽ എഴുതി നിയമമാക്കി. ഈ ബില്ല് പാസ്സാക്കാൻ കഴിയാതിരുന്നപ്പോ അദ്ദേഹം ക്യാബിനറ്റിൽ നിന്നും രാജിവെച്ചത് തന്റെ ആദർശങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയുടെ ആഴം കാണിക്കുന്നു. ചിലരെന്ന അധികാര കസേരകൾക്ക് വേണ്ടി പ്രത്യാശാസ്ത്രത്തെ പോലും മറന്നു കളയുമ്പോൾ ഇദ്ദേഹം അവിടെ മാതൃകയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക നില ഭദ്രമാക്കാൻ റിസർവ് ബാങ്കിന്റെ സ്ഥാപനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സൈദ്ധാന്തിക ശക്തി ഇദ്ദേഹമായിരുന്നു. തൊഴിലാളികളുടെ ദുരിതം കുറയ്ക്കാൻ 14 മണിക്കൂറിൽ നിന്ന് 8 മണിക്കൂർ ജോലി സമയം എന്ന നിയമം കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ശ്രമം നിർണായകമായിരുന്നു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലർ അംഗമായിരിക്കെ തന്നെ അദ്ദേഹം നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് ആധുനിക ഇന്ത്യൻ തൊഴിലാളി നിയമങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. ഇതെല്ലാം ചിലർക്ക് അറിയില്ല, ചിലപ്പോൾ അറിഞ്ഞേക്കാം, പറയുന്നില്ല. ജാതി വ്യവസ്ഥയെ ശക്തമായി എതിർത്ത അദ്ദേഹം ഞാൻ ഹിന്ദുവായി ജനിച്ചെങ്കിലും ഹിന്ദുവായി മരിക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് സ്വന്തം സമൂഹത്തിലെ തിന്മകളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കൊണ്ടായിരുന്നു. എന്നാൽ ഈ വിമർശകൻ മറ്റു മതങ്ങളെ എങ്ങനെ വിലയിരുത്തി? അതാണ് ഈ ചർച്ചയുടെ കാതൽ. തന്റെ അനുയായികളോടൊപ്പം ജാതി വ്യവസ്ഥയുടെ പിടിയിൽ നിന്നും രക്ഷ നേടാനായി ഒരു പുതിയ മതം സ്വീകരിക്കാൻ അംബേദ്കർ തീരുമാനിക്കുമ്പോൾ അദ്ദേഹം വളരെ വിപുലമായ പഠനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വ്യക്തമാണ്. ഇന്ത്യൻ മണ്ണിൽ വേരുകളില്ലാത്ത പുറത്തുനിന്നും വന്ന മതങ്ങളിലേക്ക് താനും തന്റെ ജനതയും പോകരുത്. അദ്ദേഹം ക്രിസ്തുമതവും ഇസ്ലാമും സിഖിസവും എല്ലാം വിശദമായി തന്നെ പഠിച്ചു. സെമിറ്റിക് മതങ്ങളുടെ ഘടനാപരമായ ദൃഢത ഇന്ത്യൻ സമൂഹത്തിന്റെ സഹജമായ വൈവിധ്യത്തെയും ബഹുസ്വരതയെയും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്ന് അദ്ദേഹം വിലയിരുത്തി. അംബേദ്കറെ ബുദ്ധനിലേക്ക് ആകർഷിച്ചത് സാമൂഹ്യ നീതിയിൽ ഊന്നിയ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്ന ബുദ്ധന്റെ തത്വശാസ്ത്രമായിരുന്നു. ഭയം ശക്തമായ സാന്നിധ്യമായ ഇസ്ലാമിക് വഴികളോ പാപം അതിരുകൾ നിർണയിക്കുന്ന ക്രിസ്തീയ വഴികളോ തന്നെ തൃപ്തിപ്പെടുത്തില്ലെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളുടെ എല്ലാം രാഷ്ട്രീയ ഇസ്ലാമിനെ കുറിച്ചുള്ള, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളുടെയും പരിണിത ഫലമായിരുന്നു.
1940 ആദ്യമായി പുറത്തിറങ്ങിയ പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം, ഈ പുസ്തകം അന്നത്തെ മുസ്ലിം ലീഗിന്റെയും ജിന്നയുടെയും പാകിസ്ഥാൻ വാദത്തെ കേവലം രാഷ്ട്രീയമായി മാത്രം സമീപിക്കാതെ അതിന്റെ മതപരവും സാമൂഹികപരവുമായ വേരുകളെ പിഴുതെറിയാൻ ശ്രമിച്ചു. ഈ ഗ്രന്ഥമാണ് അംബേദ്കറെ പൂർണ്ണമായിട്ടും വായിക്കാൻ നമ്മളെ നിർബന്ധിതമാക്കുന്നത്. അദ്ദേഹം ഖുറാനെ കുറിച്ചും ഇസ്ലാമിക ചിന്താഗതികളെ കുറിച്ചും നടത്തിയ വിമർശനങ്ങൾ ഇന്ന് പലരും അദ്ദേഹത്തിന് ഒരു ഇസ്ലാമോഫോബിക് പട്ടം ചേർത്താൻ ഉപയോഗിച്ചേക്കാം. അംബേദ്കറേയും ചിലപ്പോൾ ഒരു സംഖ്യയായേക്കാം, അല്ലെങ്കിൽ സംഖ്യയാക്കിയേക്കാം. എന്നാൽ ഇതൊരു വികാര പ്രകടനമായിരുന്നില്ല, മറിച്ച് അത്യന്തം യുക്തിസഹവും അക്കാദമികവുമായ പഠനമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമാണ്. ഖുറാനെ അദ്ദേഹം മാനവരാശിയുടെ ശത്രു എന്നാണ് വിശേഷിപ്പിച്ചത്. മറ്റൊരു നിർണായക നിരീക്ഷണത്തിൽ അംബേദ്കർ പറയുന്നു, ഇസ്ലാം ലോക സമാധാനത്തിന് ഭീഷണിയാണ്. ഈ പ്രസ്താവനകളുടെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം നൽകിയ കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹിന്ദു മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള സാമൂഹിക പരിഷ്കരണ മനോഭാവം അദ്ദേഹം താരതമ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഇതാണ്: ഹിന്ദുവിന് അവരുടേതായ സാമൂഹിക തിന്മകളുണ്ട്, എന്നാൽ അവരിൽ ചിലർ തങ്ങളുടെ നിലനിൽപ്പിനെ കുറിച്ച് ബോധവാന്മാരാണ്. അവയെ നീക്കം ചെയ്യുന്നതിനായി സജീവമായി പ്രക്ഷോഭം നടത്തുന്നു. മറുവശത്ത് മുസ്ലിങ്ങൾ തങ്ങൾ തിന്മകളാണെന്ന് തിരിച്ചറിയുന്നേയില്ല, അതിനാൽ അവ നീക്കം ചെയ്യുന്നതിനായി പ്രക്ഷോഭം നടത്തുന്നതിനേയില്ല. അതായത് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നെങ്കിലും അങ്ങ് 10ാം നൂറ്റാണ്ടിലെ മനോഭാവമായിരിക്കാം. അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹം വിമർശനങ്ങളെ സ്വീകരിക്കാനും സ്വയം തിരുത്താനും തയ്യാറായപ്പോ ഇസ്ലാമിക സമൂഹം അതിന് തയ്യാറായില്ല. ഇത് ആധുനികതയിലേക്കുള്ള അവരുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ഇസ്ലാം ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യ സങ്കല്പത്തെ അംബേദ്കർ വളരെ നിശബ്ദമായി വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ സാഹോദര്യം സാർവത്രികമല്ല, മറിച്ച് അതിന്റെ പരിധിയിൽ ഒതുങ്ങുന്ന ഒന്നാണ്. ഇതാണ് അദ്ദേഹം എഴുതിയത്. ശ്രദ്ധിക്കുക, ഇസ്ലാം അത് ബന്ധിപ്പിക്കുന്നത് പോലെ അഭേദ്യമായി വിഭജിക്കുന്നു. ഇസ്ലാമിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിലുള്ള വേർതിരിവ് യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിന്റെ സാഹോദര്യം മനുഷ്യന്റെ സാർവത്രിക സാഹോദര്യമല്ല, അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള മുസ്ലിങ്ങളുടെ സാഹോദര്യമാണ്. ഒരു സാഹോദര്യമുണ്ട്, എന്നാൽ അതിന്റെ പ്രയോജനം ആ കൂട്ടത്തിലുള്ളവർക്ക് മാത്രമായി ഒതുങ്ങുന്നതാണ്. ഈ കൂട്ടത്തിന് പുറത്തുള്ളവരോട് അവജ്ഞയും വിദ്വേഷവും അല്ലാതെ മറ്റൊന്നും അവർക്ക് തോന്നുന്നില്ല. ഇതൊരു ചെറിയ നിരീക്ഷണമായിരുന്നില്ല. ഇത് ഇസ്ലാമിക രാഷ്ട്രീയം രൂപീകരിക്കുന്ന ഒരു ഞങ്ങൾ അവർ എന്ന ധ്രുവീകരണം ഇന്ത്യൻ സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു. ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമായി ചുരുങ്ങുന്ന സാഹോദര്യം എന്ന് പറയുന്ന അവരുടെ ആ ഒരു ചിന്ത മറ്റുള്ളവരോടുള്ള ശത്രുതയ്ക്ക് വഴിവെക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. രാഷ്ട്രീയ ഇസ്ലാമിന്റെ അന്തർലീനമായ പ്രശ്നങ്ങളെ കുറിച്ച് അംബേദ്കർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഒരു ഹിന്ദു ഭൂരിപക്ഷ സർക്കാർ ഇന്ത്യ ഭരിച്ചാൽ മുസ്ലിങ്ങൾ അതിനെ അനുസരിക്കുമോ എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. അതിനുള്ള അദ്ദേഹത്തിന്റെ ഉത്തരം ഭീകരമായിരുന്നു. അംബേദ്കർ ചൂണ്ടിക്കാട്ടിയത് ഇങ്ങനെയാണ്: അതായത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു ഹിന്ദു കാഫിറാണ്, അതിനാൽ ബഹുമാനത്തിന് തുല്യ പരിഗണനയ്ക്കും അർഹനല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു ഭൂരിപക്ഷം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ അധികാരം മുസ്ലിങ്ങൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അസംഭവ്യമാണ്. കാരണം ഹിന്ദുക്കൾ കാഫിറുകളാണ്, അതിനാൽ അവരെ ബഹുമാനിക്കാനോ ഭരിക്കാനോ അർഹതയില്ലാത്തവരാണ്. ഈയൊരു മതപരമായ വീക്ഷണം കാരണം ഒരു കാഫിർ ഭരിക്കുന്ന രാജ്യം ഒരു മുസൽമാന് ദാറുൽ ഹർബായി കണക്കാക്കുന്നു എന്നും അംബേദ്കർ പറയുന്നുണ്ട്. അംബേദ്കറുടെ ഈ ചിന്തകൾ മുസ്ലിം ലീഗിന്റെ ദ്വിരാഷ്ട്രവാദത്തിനും പാകിസ്ഥാൻ രൂപീകരണത്തിനും പിന്നിലെ മതപരമായ പ്രേരണകളെയാണ് തുറന്നു കാണിച്ചത്. ഒരു മതേതര രാജ്യത്തിനുള്ളിൽ മതപരമായ ചിന്താഗതികൾ എങ്ങനെ ജനാധിപത്യ ഭരണത്തിന് വെല്ലുവിളിയാകുമെന്ന് അദ്ദേഹം വളരെ മുമ്പേ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ എന്നാൽ ജാതിവിരുദ്ധ പോരാളിയും ഭരണഘടനാ ശില്പിയും മാത്രമല്ല, അദ്ദേഹം വർഗീയതയുടെയും സാമൂഹിക തിന്മയുടെയും എല്ലാ രൂപങ്ങളുടെയും എതിർത്ത ഒരു കടുത്ത വിമർശകനായിരുന്നു. നമ്മുടെ രാഷ്ട്രീയ സൗകര്യങ്ങൾക്കനുസരിച്ച് അംബേദ്കറെ മുറിച്ചെടുക്കുന്നത് അദ്ദേഹത്തിന്റെ സമഗ്രമായ ദർശനത്തോടുള്ള നീതികേട് കൂടിയാണ്. അദ്ദേഹം ഹിന്ദുത്വത്തിലെ തിന്മകളെ വിമർശിച്ചു. അതുപോലെ തന്നെ രാഷ്ട്രീയ ഇസ്ലാമിന്റെ അപകടങ്ങളെ കുറിച്ചും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വളരെ പണ്ട് തന്നെ. ഈ രണ്ട് മുഖങ്ങളും ഒരുമിച്ച് വായിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് അംബേദ്കർ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഏറ്റവും വലിയ സംരക്ഷകനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചർച്ച അംബേദ്കറുടെ പൂർണ്ണമായ രാഷ്ട്രീയ ചിന്തകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച ചിന്തകളെ ഭയക്കാതെ തുറന്ന മനസ്സോടെ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ എന്ത് കരുതുന്നു? അംബേദ്കറുടെ ഇസ്ലാം വിമർശനം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രത്തോളം പ്രസക്തമാണ്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.